ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി അച്ചമ്മയോട് വിളിച്ച് തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു. നിന്നോട് ആരാ അങ്ങനെയൊക്കെ പറഞ്ഞത്? സച്ചിയാണോ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതൊന്നും അവന് മനസ്സിലായിട്ടില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പം മോള് കരയൊന്നും വേണ്ട, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞപ്പം അയ്യോ അച്ചമ്മ വേണ്ട, അദ്ദേഹം എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞത് അമ്മയാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് കാശ് മേടിക്കാൻ എത്ര നല്ലവളായിരുന്നു അവളെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക. കയ്യിൽ പണം വന്നപ്പോൾ പഴയതുപോലെ ആയല്ലേ എന്നൊക്കെ ചോദിച്ച് അച്ഛമ്മ ഭയങ്കരമായിട്ട് ദേഷ്യം പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ രേവതി പറഞ്ഞു അച്ചമ്മയോട്. അപ്പം നീയല്ല, അവളാണ് രാശിയില്ലാത്തവളെന്നുള്ള കാര്യം പറഞ്ഞു അച്ചമ്മ. അച്ചമ്മ ചോറുണ്ടാക്കാൻ അരി പോലും എടുക്കാൻ എന്നെക്കൊണ്ട് സമ്മതിക്കുന്നില്ല. എൻ്റെ കൈകൊണ്ട് അരി എടുത്താൽ വീട് ദാരിദ്ര്യം പിടിച്ചു പോകുമെന്ന് അമ്മ പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം കരയാതെ മോളെ, എൻ്റെ മോള് വിഷമിക്കണ്ട എന്ന് അച്ചമ്മ പറഞ്ഞു. അവിടെ വന്നപ്പോൾ അച്ചമ്മ എന്നെ മഹാലക്ഷ്മി എന്ന് വിളിച്ചു, ഇവിടെ വന്നപ്പോൾ കരുങ്കണ്ണി എന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കരഞ്ഞു പറയുക കേട്ടോ. അച്ചമ്മ ഞാൻ എന്താ ചെയ്യണ്ടേ? അച്ചമ്മ ഒന്ന് പറയാൻ പറഞ്ഞു. കുറ്റപ്പെടുത്തലുകൾ കേട്ട് ഞാൻ മടുത്തു എന്ന് പറഞ്ഞപ്പം നീ മഹാലക്ഷ്മി തന്നെയാണെന്നും എൻ്റെ വീട്ടിൽ കയറി വന്ന മഹാലക്ഷ്മിയാണെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ വീണ്ടും വീണ്ടും ഇങ്ങനെ സമാധാനിപ്പിക്കാം. കർപ്പൂരവാസന കഴുതയ്ക്കറിയില്ലെന്ന് പറയില്ലേ, അതുപോലെയാ നിൻ്റെ അമ്മായിയമ്മ. അതിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ എന്ന് പറഞ്ഞു. അവൾ ആരാ? വലിയ രാശിക്കാരിയോ? വീട്ടിൽ വലതുകാല് വെച്ച് കയറി ഉടനെ തന്നെ എന്നെയും എൻ്റെ മോനെയും രണ്ടു വഴിക്കാക്കാൻ നോക്കിയവൾ അവള്. സ്നേഹമില്ലാത്തവൾ. അവളാണ് വലിയ ചിലയ്ക്കുന്നത്. അവൾ പറയുന്നതൊന്നും എൻ്റെ മോള് കാര്യമാക്കണ്ട കേട്ടോ. ഒരു കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ വിട്ടാൽ മാത്രം മതിയെന്നും പറഞ്ഞങ്ങനെ പറയുമ്പം എത്ര നാളായി അച്ചമ്മ ഇത് തുടങ്ങിയിട്ട്? കേട്ടിട്ടും കേൾക്കാത്തതുപോലെ എത്ര കാലം ഞാൻ നടക്കുമെന്ന് ചോദിച്ചു. അപ്പം മോൾക്ക് ഇതൊക്കെ രവിയോട് പറയാമായിരുന്നില്ലേ? അവളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തേനേലോ. അച്ചമ്മേ പറഞ്ഞ അതിൻ്റെ പേരിൽ ഞാൻ വഴക്ക് കേൾക്കേണ്ടി വരും. എൻ്റെ അമ്മയോട് പറയണമെന്ന് ഞാൻ കരുതിയതാ, പക്ഷേ അപ്പോഴാണ് അച്ചമ്മ എന്നെ വിളിച്ചത്. പിന്നെ അമ്മ ആകെ വിഷമത്തിലാണ്. ഇനി ഇതും കൂടെ കേൾപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. എൻ്റെ അമ്മയെപ്പോലെ തന്നെ എൻ്റെ അച്ചമ്മയും എന്നെ സ്നേഹിക്കുന്നില്ലേ? അച്ചമ്മയോട് പറഞ്ഞ ആശ്വാസം കിട്ടുമെന്ന് കരുതി ഞാൻ പറഞ്ഞതാ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി പറയണു. എന്ത് വേണമെന്ന് എനിക്ക് അറിയില്ല അച്ചമ്മയെന്ന് പറഞ്ഞപ്പം സ്നേഹമില്ലാത്തവള് എന്തും പറയും, നീ അത് കേട്ട് കരഞ്ഞോണ്ടിരിക്കുക വേണ്ടത്? നിന്നെ പറഞ്ഞതിൻ്റെ ഇരട്ടി തിരിച്ചു നീയും പറയണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും അച്ചമ്മേ. ഞാൻ വന്നതിന് ശേഷമാണ് വീട് മുടിഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ എനിക്കത് താങ്ങാൻ പറ്റും അച്ചമ്മേ, എനിക്കത് സഹിക്കാൻ പറ്റില്ല അച്ചമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്ന് കയറിയ മഹാലക്ഷ്മിയെ അവൾ പുറംകാല് കൊണ്ട് തട്ടി തെറിപ്പിക്കും മോളെ. അത് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ചമ്മ കുറച്ച് ദിവസം അവിടെ വന്ന് താമസിക്കാം, പക്ഷേ അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം. പിന്നെ എൻ്റെ മോൾക്ക് എത്ര നാൾ വേണമെങ്കിലും അച്ചമ്മയ്ക്ക് അരികിൽ വന്ന് നിൽക്കാം, പക്ഷേ അത് നിൻ്റെ അമ്മായിമ്മ പേടിച്ചിട്ടാവരുത്. നീ അവിടെ തന്നെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അവൾ പറഞ്ഞതിൻ്റെ ഇരട്ടി നീ തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്നുള്ള കാര്യം അച്ചമ്മ പറയണം. അപ്പോൾ എനിക്ക് അതിനൊന്നും കഴിയില്ല അച്ചമ്മയെന്ന് പറഞ്ഞപ്പം ശരി വിട്, ഇനി മുതൽ അവൾ നിന്നെ ഒന്നും പറയില്ല, അച്ചമ്മയാണ് നിന്നോട് പറയണേ. അപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നതിലും കരയിക്കുന്നതിലും അമ്മയ്ക്ക് സന്തോഷം. ആ സന്തോഷമൊക്കെ നിന്നോളും. ഇനി അവൾ നിന്നെ ഒന്നും പറയില്ല, അച്ചമ്മയാണ് പറയുന്നത്. എൻ്റെ പൊന്നുമോള് സങ്കടപ്പെടാതെ ഫോൺ വെച്ചോ, അച്ചമ്മ വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴാണ് രേവതിക്കൊന്ന് ആശ്വാസമായത്. രേവതി എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാം. അപ്പോഴേക്കും നമ്മുടെ സച്ചി വീട്ടിലോട്ട് വന്നു. അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ അച്ഛനെ കണ്ടു. രേവതി എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ മോളിലുണ്ടെന്ന് പറഞ്ഞു. അച്ഛനും ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. സച്ചി എന്നിട്ട് ഓടി മുകളിലേക്ക് ചെന്നു കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. സച്ചിയെ കണ്ടപ്പോഴേക്കും കണ്ണൊക്കെ തുടച്ച് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ വന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ എന്താ ഉള്ളത് എന്നൊന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കയ്യിൽ വിരലുണ്ടാകും, വേറെന്തുണ്ടാവാനാണെന്ന് ചോദിച്ചപ്പം വിരലോ, നീ എന്താ എന്നെ കളിയാക്കുകയാണെന്ന് ചോദിച്ചു സച്ചി. ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അതെന്താണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ചുമ്മാ ഒന്ന് ഊഹിച്ച് പറഞ്ഞേ. എനിക്ക് അറിയില്ല, പൂവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കുറേയൊക്കെ പറഞ്ഞു. അപ്പോൾ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ കറികളാണോ എന്ന് ചോദിച്ചപ്പോൾ താനുണ്ടാക്കുന്ന കറികളൊക്കെ വേറെ പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നുമല്ല, ഇത് നിനക്കിഷ്ടമുള്ള വേറെ എന്താണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതോ? നിനക്ക് ഇഷ്ടമുള്ളത് തന്നെ. എനിക്ക് എന്തിനോടാ ഇഷ്ടമുള്ളതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് നമ്മുടെ രേവതി പറഞ്ഞു. അപ്പോൾ അതെന്താ പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചു. ഇല്ല പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കണ്ണടയ്ക്കാൻ പറഞ്ഞു. കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പം എന്തിനാന്ന് ചോദിച്ചു. കണ്ണടയ്ക്കാൻ ഞാൻ പറയാതെ തുറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന സാധനം ഒന്ന് മണത്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി മണത്ത് നോക്കി. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിയോട് കണ്ണ് തുറന്നോളാൻ പറഞ്ഞു.
അങ്ങനെ കണ്ണ് തുറന്നപ്പോൾ കുറേ മധുരസേവ കണ്ടു. അത് കണ്ടപ്പോൾ രേവതിക്ക് ഒത്തിരി സന്തോഷമായി. അച്ചമ്മയ്ക്ക് അരികിലേക്ക് പോയപ്പോൾ പാൽപ്പേട ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നത് കേട്ടു, അതുകൊണ്ടാണ് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞ് സച്ചി രേവതിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നു. രേവതി അത് സച്ചിക്കും കൊടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നു. വാ അച്ഛന് കൊടുക്കാമെന്ന് പറഞ്ഞ് അച്ഛന് കൊടുക്കാനായിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോയി. രേവതിയുടെ അതുവരെ ഉണ്ടായിരുന്ന ആ സങ്കടം മുഴുവൻ ആ ഒരു നിമിഷം അലിഞ്ഞു തീർന്നു കേട്ടോ. അച്ഛന് കൊടുക്കാൻ പറഞ്ഞ രേവതിയെ കൊണ്ട് തന്നെ അച്ഛന് കൊടുപ്പിക്കുന്നു. ഇതൊക്കെ കണ്ട് ചന്ദ്രമതി അവിടെ അങ്ങനെ നിൽക്കുക. എന്തായാലും ഇവർ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. രേവതിക്ക് ഇത് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വാങ്ങിച്ചതെന്ന് സച്ചി അച്ഛനോട് പറയാം. അച്ഛമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛമ്മ അവൾക്ക് വാങ്ങിക്കൊടുത്തു. എൻ്റെ അച്ഛാ, ഓരോ ഇരിപ്പിൽ ഇവൾ എത്ര എണ്ണ കഴിച്ചതെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കാറേ. ചന്ദ്രമതി അതൊക്കെ കണ്ടിങ്ങനെ പുച്ഛത്തോടു കൂടി അവിടെ നിൽക്കുവാണേ. എന്നിട്ട് ഇങ്ങനെ തുള്ളി തുള്ളി അങ്ങോട്ടേക്ക് വരുവാണ്. ഇവള് തിന്നുന്നത് വാവിളർന്ന് നോക്കിയിരിക്കായിരുന്നു അച്ചമ്മ. എനിക്കിത് വലിയ ഇഷ്ടമാണ്, ഞാൻ എത്ര കിട്ടിയാലും കഴിക്കുമെന്നൊക്കെ അച്ചമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു എന്നും പറയുന്നു സച്ചി. നാരായണേട്ടൻ്റെ കടയിൽ കയറിയപ്പോൾ ഇത് ഞാൻ അവിടെ കണ്ടു, അപ്പോഴാണ് ഞാൻ ഇവളെ ഓർത്തത്. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നാന്നൊക്കെ പറഞ്ഞപ്പം നന്നായിടെ മോനേന്ന് അച്ഛൻ. അങ്ങനെ ഇവർ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതിയോട് കഴിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ബാക്കിയും കൂടെ എടുത്തു കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുക. പെട്ടെന്ന് എന്തു പറ്റി, നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതെ ഇരിക്കുന്നതെന്ന് സച്ചി ചോദിക്കുക കേട്ടോ. ചന്ദ്രമതി തൊട്ടടുത്ത് നിൽപ്പുണ്ട്. രേവതിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു. ചന്ദ്രമതി ആണെങ്കിൽ വലിയതായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ അച്ഛൻ്റെ മുഖവും വല്ലാതായി. കണ്ണൊക്കെ നിറഞ്ഞല്ലോ, എന്തു പറ്റിയെന്ന് ഇങ്ങനെ ചോദിച്ചേ. അപ്പോഴേക്കും രേവതി പറയുമെന്നുള്ള പേടിയാണ് ചന്ദ്രമതിക്ക്. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ലാണ്ടാണോ നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് സച്ചി രേവതിയോട് ചോദിക്കാൻ. ഇന്ന് ചന്ദ്രമതിയുടെ അവസാനമായിരിക്കും അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നിന്റെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നല്ലോ, നീ കരഞ്ഞിട്ടുണ്ടല്ലോ, എന്താ പറ്റിയതെന്ന് പറയാൻ പറഞ്ഞു. ചന്ദ്രമതി അവിടെ നിന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. സച്ചി ഇന്ന് കൊല്ലും ചന്ദ്രമതിയെ. അപ്പോഴേക്കും ചന്ദ്രമതി അപ്പുറം നിൽക്കുന്നത് നമ്മുടെ സച്ചി കണ്ടു. എന്തിനാ നീ കരഞ്ഞതെന്ന് സച്ചി ചോദിക്കുക. ഒന്നും മിണ്ടുന്നില്ല, രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് എന്താ ഉണ്ടായേ, നീ പറയാൻ പറഞ്ഞു. എന്തിനാ നീ കരഞ്ഞതെന്നാ, ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് സച്ചി ചോദിക്കാം. ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇല്ല, ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. കണ്ണിൽ കരട് വീണിരുന്നു അടുക്കളയിൽ ജോലി ചെയ്തപ്പം, അതാ കണ്ണ് ചുമന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ രേവതി, അപ്പോൾ നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്, കരട് വീഴുന്നത് അറിയോ എന്ന് അച്ഛൻ. കണ്ണടച്ചിട്ടാ എല്ലാവരും ജോലി ചെയ്യുന്നേ എന്നൊക്കെ അച്ഛനും ചോദിക്കുവാണേ. കണ്ണ് കൈകൊണ്ട് തിരുമൊന്നും വേണ്ട, കുറച്ച് വെള്ളം കയ്യിലെടുത്ത് കണ്ണിലൊഴിച്ചാൽ മതി, കരട് പൊക്കോളും എന്നും പറഞ്ഞുകൊണ്ട് സച്ചി എല്ലാം പറഞ്ഞു കൊടുക്കുക. അച്ഛമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി നിൽക്കുക. എന്നിട്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് രേവതിയുടെ കണ്ണിൽ ഇങ്ങനെ കരടുണ്ടോ എന്നൊക്കെ നോക്കുവാണേ. കരടൊന്നും കാണുന്നില്ലല്ലോ, നിന്റെ കണ്ണിൽ കരട് വീണത് തന്നെയാണോ അതോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി ചോദിക്കുന്നു. അപ്പോഴും ചന്ദ്രമതി വാവ് തുറന്ന് ഇങ്ങനെ നിൽക്കുവാണ്. സച്ചിക്ക് രേവതിയോടുള്ള സ്നേഹം കണ്ടിട്ട് കൂശുമ്പ് കയറിയിട്ട് ഒരു രക്ഷയില്ലാണ്ട് അമ്മായിയമ്മ അവിടെ നിൽക്കുന്നത്. അപ്പോൾ രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ അമ്മയെ ഇങ്ങനെ നോക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സച്ചിക്ക് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ രവിയേട്ടനും ആകെ ഇതായി. അപ്പോൾ കരട് വീണത് തന്നെയാണെന്ന് രേവതി. ശരി, നീ ഭക്ഷണം എടുത്ത് വയ്ക്കുക, എനിക്ക് വിശക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണമൊന്നും റെഡിയായില്ല എന്ന് പറഞ്ഞു. റെഡി ആയിട്ടില്ലെന്നോ, ഇത്രയും നേരം നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു, ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ആകെ വല്ലാതിരിക്കുക. അപ്പോഴത്തേക്കും ചന്ദ്രമതിയെ രേവതി നോക്കുന്നു. മകന് മനസ്സിലായി, മകനും അമ്മയെ നോക്കുന്നു. ഇന്ന് അടുക്കള ഭരണം ആർക്കായിരുന്നു എന്ന് മനസ്സിലായി, നീ സഹായിയും, അതാ വൈകിയേ അല്ലേ, കരുതിക്കൂട്ടി വൈകിച്ചതായിരിക്കും ഞാൻ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുക. ഒന്നും മിണ്ടുന്നില്ല ചന്ദ്രമതി. ഓട്ടോ ഉണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പം എടാ ഏതെങ്കിലും കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോണു. സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പം മോൾ അടുക്കളയിൽ ചെന്നെന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞു പോകുമ്പോൾ അവിടെ നിന്നേ എന്ന് പറഞ്ഞ് ചന്ദ്രമതി അവിടെ പിടിച്ചു നിർത്തുന്നു. അതെ, ഞാൻ അവിടെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്താൽ മതി, അരിപാത്രത്തിൽ നീ തൊട്ടു പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയോട് പറയുന്നു. രേവതി എന്നിട്ട് പോകുന്നു. അപ്പം നീ അവളോട് പറഞ്ഞതൊന്നും അവൾ അവനോട് പറഞ്ഞിട്ടില്ല, നീയാണ് അവളെ കരയിപ്പിച്ചത് എന്ന് അവൾ പറഞ്ഞിരുന്നെങ്കിലേ സച്ചിനെ 2 കഷ്ണമാക്കിയാനേ എന്നുള്ള കാര്യം പറയാം അച്ഛൻ. കണ്ണിൽ കരട് വീണെന്നും പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞാണ് അവൾ നിന്നെ രക്ഷപ്പെടുത്തിയത്. സത്യം പറഞ്ഞിരുന്നെങ്കിലേ കാണായിരുന്നു. ഇതൊക്കെയാ അവളുടെ നല്ല ഗുണങ്ങൾ, നീ അത് മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു എന്നും പറഞ്ഞ് നിൽക്കും ചന്ദ്രമതി. നീ പറയുന്നത് പോലെ വലിയ പണവും സമ്പത്തൊന്നും അവൾക്ക് ഇല്ലെങ്കിലും നല്ലൊരു മനസ്സ് അത് അവൾക്കുണ്ടെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞു ചന്ദ്രമതി. അത് കാണാതെ നീ അവളെ കരയിച്ചാലുണ്ടല്ലോ അതിൻ്റെ ഇരട്ടിയായിട്ട് നീ അനുഭവിച്ചിരിക്കും, നിനക്ക് കിട്ടിയിരിക്കും, അത് നീ ഓർത്തോളാൻ പറഞ്ഞു. അതും പറഞ്ഞ് നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് രവിയേട്ടൻ അങ്ങ് പോയി. ഈ സമയത്ത് അടുക്കളയിൽ ചെന്ന് ഭയങ്കര കരച്ചിലാട്ടോ നമ്മുടെ രേവതി. അപ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് ചെന്നു, മകളുടെ കരച്ചിലും കണ്ടുകൊണ്ട്. എത്ര തുടച്ചാലും നിന്റെ കണ്ണിൽ നിന്ന് ആ സങ്കടം പോകില്ല. പിന്നെ ചന്ദ്ര നിന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട്, വേണ്ട രീതിയിൽ ഞാൻ അവളോട് ചോദിക്കാറുമുണ്ട്. പക്ഷേ
ചോദിക്കാം എന്നുള്ളതല്ലാതെ മറ്റെന്താ അച്ഛൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് നമ്മുടെ രവിയേട്ടൻ. അപ്പോഴേക്കും എന്തേ ചന്ദ്രമതി ഇതൊക്കെ കേട്ടോണ്ട് അവിടെ അങ്ങനെ വരുവാണേ. പിന്നെ മോളെ, ചന്ദ്ര പറയുന്നതൊന്നും എൻ്റെ മോള് കാര്യമാക്കണ്ടെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കണം. മോൾക്കറിയാവല്ലോ അവളുടെ സ്വഭാവം അതങ്ങനെയാ, അത് അവൾക്ക് മാറ്റാനും കഴിയുന്നതല്ല. അപ്പോൾ ചന്ദ്രമതി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുമല്ലേ, അവളെൻ്റെ മോളങ്ങ് വിട്ടേക്ക്, മൈൻഡേ ചെയ്യണ്ടെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്തായാലും സച്ചിയുടെ മനസ്സ് കുറച്ചൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടെന്നും അവൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, നിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്, നിനക്ക് വേണ്ടി സംസാരിക്കുന്നില്ലേ, നിനക്കത് പോരേന്ന് അച്ഛൻ ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് ചന്ദ്രമതി കലിപ്പ് കയറി നിൽക്കുക. ഇതൊക്കെ എൻ്റെ മോൾക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യമല്ലേ, എൻ്റെ മോളുടെ ജീവിതത്തിൽ ഇനിയും നല്ലത് വരും, എല്ലാം നല്ലതുപോലെ നടക്കും. നീ ചന്ദ്രയുടെ കാര്യങ്ങളൊക്കെ വിട്ടേക്ക്, സച്ചിയെക്കുറിച്ച് മാത്രം എൻ്റെ പൊന്നുമോൾ ഓർത്താൽ മതി എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയണം. പിന്നെ ഈ അമ്മായിയമ്മ പറയുന്നതൊക്കെ കേട്ട് കരഞ്ഞു തീർക്കാനുള്ളതല്ല, താലി കെട്ടിയവനോടൊപ്പം ഉള്ള ജീവിതം സന്തോഷിച്ച് തീർക്കാനുള്ളതാണ് നിൻ്റെ ജീവിതം, അത് നീ മറക്കരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ കൊടുക്കുന്നു. ഈ വീട്ടിൽ മര്യാദയും മാന്യതയും ഇല്ലാത്തവൾ അവൾ മാത്രമല്ലേ ആ ചന്ദ്ര, പോകാൻ പറ അവളോട് എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്നു. ചന്ദ്രമതി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. മോള് കണ്ണ് തുടയ്ക്കാൻ പറഞ്ഞ് രേവതിയുടെ കണ്ണൊക്കെ തുടപ്പിച്ച് അച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോയി. അച്ഛനങ്ങ് പോയപ്പോഴും രേവതി സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പം ഈ ജന്മം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവളെ ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്നും പറഞ്ഞു ചന്ദ്രമതി. ആ സ്ഥാനം എൻ്റെ ശ്രുതിക്ക് മാത്രമേ ഞാൻ നൽകൂ. ഞാൻ കഴിഞ്ഞാലേ വീട്ടിൽ ശ്രുതിക്കാണ് സ്ഥാനം, ഇവളിവിടുത്തെ ഒരു വേലക്കാരി മാത്രം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ചന്ദ്രമതി ഉള്ളിൽ പറഞ്ഞ് മനസ്സ് മുഴുവൻ ക്രൂരതയും കുശുമ്പും ഒക്കെ നിറച്ചു വെച്ച്. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രാത്രി വീട്ടുമുറ്റത്തേക്ക് ഒരു ഓട്ടോ വരുന്നു. ആ ഓട്ടോയിൽ നമ്മുടെ അച്ചമ്മ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവ്. അങ്ങനെ ചന്ദ്രമതിയെ തറ പറ്റിക്കാൻ അല്ലെങ്കിൽ ചന്ദ്രമതിയെ കൊല്ലാനായിട്ട് നമ്മുടെ രേവതിയുടെ രക്ഷകി എത്തിക്കഴിഞ്ഞു. അച്ചമ്മയെ കണ്ടപ്പോഴേക്കും ഓടിച്ചെന്നു നമ്മുടെ രേവതി. മോളെ എന്നും അച്ചമ്മയെന്ന് പറഞ്ഞു. മോള്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അയ്യോ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ഈ വന്നത് എൻ്റെ അച്ചമ്മ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ തന്നെ നിൻ്റെ അച്ചമ്മ തന്നെയാണെന്ന് അച്ചമ്മ. നേരത്തെ ഫോൺ ചെയ്തപ്പോൾ പോലും അച്ചമ്മ വരുന്ന കാര്യത്തെപ്പറ്റി കൂടുതൽ സൂചിപ്പിച്ചില്ലല്ലോ. ഫോൺ ചെയ്തതിന് ശേഷം അവിടെ ഇരിപ്പ് ഉറച്ചില്ല, ഇങ്ങോട്ട് വരണമെന്ന് തോന്നി അച്ചമ്മ ഇങ്ങ് പോന്നു. നിൻ്റെ കരച്ചിൽ കേട്ടാൽ അറിയാം ചന്ദ്ര നിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്ന്. അതാ അച്ചമ്മ വന്നത്, അവളുടെ വായ അടപ്പിക്കണം, എല്ലാത്തിനും ഒരു പരിഹാരം കാണണം. അതാ അപ്പം തന്നെ ബസ് കയറി ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ കരഞ്ഞത് കൊണ്ടാണല്ലേ അച്ചമ്മ വന്നതെന്ന് രേവതി ചോദിച്ചപ്പോൾ അച്ചമ്മ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കാം. എൻ്റെ മോൾക്ക് സമാധാനത്തിനുള്ള വഴി ഉണ്ടാക്കിയിട്ടേ അച്ചമ്മ ഇവിടെ നിന്ന് പോകുമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മുറ്റത്തേക്ക് ഒരു കാറ് വരുന്നു. ഇതേതാ ഈ കാറ് എന്ന് ചോദിച്ചു അച്ചമ്മ. വാടകയ്ക്ക് ഓടുന്നതാ, സ്വന്തം കാറ് വർക്ക്ഷോപ്പിലോ ഉള്ളതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സച്ചി കാണുന്ന അച്ചമ്മയെ. അപ്പം അച്ചമ്മയെ കണ്ടപ്പോൾ അച്ചമ്മയെ എന്ന് വിളിച്ച് ഓടിയും കയറി വന്നു. എന്നെ തൂക്കിയെടുത്ത് വട്ടം കറക്കുന്ന അങ്ങ് നാട്ടിൽ മതി, ഇവിടെ വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പം നിൻ്റെ കയ്യിൽ നിന്നെങ്ങാൻ ഞാൻ താഴെ വീണ് എൻ്റെ കയ്യും കാലും ഒടിഞ്ഞാലേ അവിടെ നിന്നാണെങ്കിൽ പച്ചമരുന്ന് കഴിച്ച് സുഖപ്പെടുത്താം, ഇവിടെയാകുമ്പോഴേ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണം, അതൊന്നും എനിക്ക് പറ്റത്തില്ലെന്ന് അച്ചമ്മ പറയുകയും ചെയ്തു. അച്ചമ്മേ എൻ്റെ മസിൽ കണ്ടോ അച്ചമ്മേ, അച്ചമ്മ താഴെ വീഴില്ല ഉറപ്പാ, ഞാൻ ഇവളെ എടുത്തുകൊണ്ട് പോകുന്ന അച്ചമ്മ കണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു. ഇവളെ നീ എത്ര വേണമെങ്കിലും എടുത്തോ, ഒരു കുഴപ്പമില്ല, പക്ഷേ എന്നെ നീ ഇവിടെ നിന്ന് എടുക്കണ്ടെന്ന് അച്ചമ്മ പറഞ്ഞു. ഒരു ദിവസം ഞാൻ എടുക്കും എന്ന് നമ്മുടെ സച്ചി. അങ്ങനെ ഇവർ വളരെ സന്തോഷമായിട്ട് അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പം നമ്മുടെ രവിയേട്ടൻ അമ്മയെ കണ്ടു. അമ്മയോ, കല്യാണത്തിന് ഒരാഴ്ച മുന്നേ അമ്മയും കൂട്ടിക്കൊണ്ട് വന്നെന്ന് ഓർത്തിരിക്കായിരുന്നു ഞാനെന്ന് പറഞ്ഞപ്പം ഞാൻ തനിയെ വന്നില്ലേടാ എന്ന് അമ്മ. അച്ചമ്മേ ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് നമ്മുടെ രേവതി വെള്ളം എടുക്കാനായിട്ട് അകത്തേക്ക് പോണു. അച്ചമ്മ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാറും കൊണ്ട് വന്ന് അച്ചമ്മയെ കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ എന്ന് പറഞ്ഞിങ്ങനെ എനിക്ക് തനിയെ വരാൻ അറിയില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. നീ എന്താടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നേന്ന് ചോദിച്ചു. അല്ല എന്താ അമ്മ പെട്ടെന്ന് വന്നേ, ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്തില്ലല്ലോ, വിളിച്ചു പറഞ്ഞിട്ടേ വരാവൂ എന്നാണോ എന്നന്നേരം അമ്മ ചോദിച്ചു. ചന്ദ്ര ഒന്നിട്ട് പേടിച്ചു. രവി കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയെന്ന് ചോദിച്ചു. അതെന്തായാലും കല്യാണത്തിൻ്റെ തലേന്നല്ലേ പൂർത്തിയാകൂ, അതങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പറയാം. ചന്ദ്രമതിക്ക് മാത്രം അങ്ങ് ദഹിച്ചില്ല. ചന്ദ്രമതി ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും അച്ചമ്മയ്ക്ക് വെള്ളമായിട്ട് നമ്മുടെ രേവതി വന്നു. ഇതൊന്നും കണ്ടിട്ട് ചന്ദ്രമതിക്ക് ദഹിക്കുന്നില്ല കേട്ടോ. അച്ചമ്മ ചായ ഇപ്പം എടുക്കണോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ എന്ന് ചോദിച്ചപ്പം കുറച്ച് കഴിഞ്ഞിട്ട് മതി മോളെ എന്ന് പറഞ്ഞു. ചന്ദ്രേ നീ രേവതിയെ കണ്ടല്ലോ അല്ലേ, ഞാൻ വീട്ടിൽ വന്നപ്പോൾ രേവതി എങ്ങനെയാ പെരുമാറുന്നത് എന്ന് നീ നോക്കിക്കേ, ഇതൊക്കെ നീ ഒന്ന് കണ്ടു പഠിക്കുക എന്ന് അച്ചമ്മ വന്ന് കയറിയത് കൊടുത്തു. ഇതൊക്കെ നീ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാ, ഇപ്പോൾ അവൾ നിന്നെ പഠിപ്പിക്കുക. കഷ്ടം
അപ്പം രേവതി, അച്ചമ്മ നിനക്ക് നല്ല പെണ്ണെന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നല്ലോ ഒന്ന് സച്ചി. എൻ്റെ അമ്മയ്ക്ക് ഇത്രയും വയസ്സായിട്ടും അച്ചമ്മ ഇന്നും വരെ അത് കൊടുത്തിട്ടില്ല. എടാ, ആ സർട്ടിഫിക്കറ്റ് ചോദിച്ചു വാങ്ങാൻ പറ്റില്ല. യോഗ്യതയുണ്ടെങ്കിലേ അമ്മ കൊടുക്കൂ എന്ന് രവിയേട്ടൻ. ചന്ദ്രയ്ക്ക് ഈ ജന്മത്ത് അത് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടനും കിട്ടിയ അവസരം ചന്ദ്രക്കിട്ട് ഇട്ടത്തിട്ട് കോട്ടഞ്ഞു. അങ്ങനെ ഇതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ നമ്മുടെ രേവതി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.